ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദേശീയ പണിമുടക്കം ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫിഷിംഗ് ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് കരിമീനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈപ്പിൻകരയിലെ പള്ളിപ്പുറം പഞ്ചായത്തിലാണ്. കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് അറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഈ പോകുന്ന വഴിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഞങ്ങളുടെ കളി സ്ഥലം എന്നട്ടാ. ഇപ്പം ആകെ കാടും ഇതൊക്കെ പിടിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരിങ്ങാട് വരവ് കുറവാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഒന്ന് കണ്ടു നോക്കും ഈ വഴി, ഈ കാണുന്ന ഞങ്ങളുടെ ഈ ലൊക്കേഷൻ. സ്ഥലത്താറായിട്ടുണ്ട്. ഈ കാണുന്ന തൂമ്പോഴിയാണ് നമ്മൾ പോണത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കടപ്പുറത്തെ ഏരിയയിൽ അവിടുത്തെ പഞ്ചായത്തിലെ ആൾക്കാർ ആ സൈഡ് കൽഭിത്തി വെച്ചിട്ട് അവിടെ തൂമ്പ് കിട്ടിയിട്ടുണ്ട്. പള്ളിപ്പുറം പഞ്ചായത്തിൽ ഇതുവരെയായിട്ടും ഈ ഒരു പദ്ധതി നിലവിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡിൽ ഇതാണ് നമ്മുടെ കോൺവെന്റ് പാലം വരാൻ പോകുന്നത്. ഏകദേശം 5-8 കൊല്ലമായി. ഏകദേശം പണിയൊക്കെ പൂർത്തിയായിട്ട് നിൽക്കുകയാണ്. വരേക്കും ഈ കൊല്ലത്തോടെ ഇതാണ്ട നമ്മുടെ ചൂണ്ടിടാൻ പോകുന്ന സ്ഥലം. ഇപ്പം കരിമീനുള്ള തീറ്റയൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. നമ്മൾ തീറ്റ കൊണ്ടുവന്നാക്കുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിയും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബൈറ്റാണ്. അപ്പോൾ ഇന്ന് കിട്ടിയ മീനാണിത്. നിങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് പറ്റിയില്ല. അപ്പോൾ അടുത്ത തവണ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് ഞാൻ ഇട്ടിരിക്കും. ഇത് എല്ലാവരും ക്ഷമിക്കണം, വേറെ ഒന്നല്ല, നമ്മൾക്ക് ഇവിടെ ഫോണൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു സ്പേസാണ്. ചെറിയൊരു കണ്ടൽക്കാടിൻ്റെ ഇടയിൽ നിന്നാണ് ഈ കരിമീനെല്ലാം നമുക്ക് കിട്ടിയത്. ആകെ 4 കിട്ടിയുള്ളൂ. അത് നിങ്ങളത് ഈ പറമ്പിലിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു സ്പേസിലിട്ട് ഇതുപോലെ ഒന്നും നമുക്കത് പുറത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ മാലിയൊന്നും